ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ 6 മാസം കൊണ്ട് 1000 കോടിയുടെ മുകളിലാണ് ചൈനീസ് സൈബർ ഫ്രോഡ്സുകൾ വന്നിട്ട് നമ്മളെ അടിച്ചുകൊണ്ട് പോയത്. അതിൽ മെജോറിറ്റി നമ്മുടെ കേരളത്തിൽ നിന്നാണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്ര അധികം സൈബർ ഫ്രോഡ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, സൈബർ ഫേക്ക് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽസ് കുറേ സൈബർ ഫ്രോഡ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും, നിങ്ങളൊരു സൈബർ ഫ്രോഡിൽ പെട്ട് കഴിഞ്ഞാൽ അത് എന്ത് തരം സൈബർ ഫ്രോഡ് ആയിക്കോട്ടെ, ഒരു ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ. ഇപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തിട്ട് കുറേ പേര് പെട്ടു പോകുന്ന പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ അതിൽ ആദ്യം തന്നെ ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ള ഇതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അത് കുറേ പേര് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ട് ഇതിൽ പോയി പിന്നെയും പെടുന്നതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് കമന്റ് വരുന്നത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ആണ്. അത് കമ്മ്യൂണിക്കേറ്റിംഗ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ആക്ച്വലി ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് ഒന്നല്ല. പിന്നെ ഇത് മിക്കതും ഈ ആൾക്കാർ ഇതിന്ന് പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഈ പേജസ് ത്രൂ ആണ്. അപ്പോൾ ഈ പേജസ് എന്ന് പറയുന്നത് അവർക്ക് GST നമ്പറോ അല്ലാണ്ട് ഇവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെല്ലിംഗ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ സെല്ലിംഗ് ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇവർക്ക് GST നമ്പർ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളൊരു കൺസ്യൂമർ കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അതിൽ GST നമ്പർ സംഭവമൊക്കെ കൊടുക്കണം, അവരുടെ അഡ്രസ്സ് കൊടുക്കണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണം പേജിനൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിന് നമുക്ക് കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈന്റോ സംഭവമൊന്നും കൊടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പോലീസ് കംപ്ലൈന്റ് സംഭവിക്കണം. അത് മിക്കതും പോലീസ് അത് റിജക്ട് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ആരാ പറഞ്ഞ് ഇങ്ങനത്തെ സൈഡിൽ നിന്ന് പോയി ഫസ്റ്റ് തന്നെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവർ ചോദിക്കാൻ പോകുന്നതാണ്, നിങ്ങൾ ആരോടെ പറഞ്ഞ് നിങ്ങൾ ഇതിന്നൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു ചോദിക്കും. അതെന്ന് വെച്ചാൽ അവർക്ക് അല്ലെങ്കിൽ തന്നെ കുന്നുകൂടി കിടക്കണം ഒറിജിനൽ കേസുകളൊക്കെ. അപ്പോൾ പിന്നെ ഇതൊന്നും സമയം ഉണ്ടാവില്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇതാണ് കുഴപ്പം. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ എത്ര നമ്മൾ തന്നെ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫെഡെക്സിന്റെ ഫ്രോഡ് കേസുകൾ, അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബിന്റെ ഫ്രോഡ് കേസുകൾ, അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഫ്രോഡായിട്ട് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സൈബർ ഫ്രോഡ് ഇതിൽ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാതെ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാതെ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറക്കണ്ട. ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യാൻ പറ്റില്ല, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓൺലൈൻ സൈബറൊക്കെ ഫ്രോഡ് പരിപാടി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ മെത്തേഡുകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫൈനാൻഷ്യൽ ഫ്രോഡുകളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രോഡുകളിലോ അല്ലെങ്കിൽ ഒരു സൈബർ ഒരു ഫ്രോഡിലോ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ലീഗലി തന്നെ അത് കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സൈബർ ക്രൈം പോർട്ടലൊക്കെ ഉണ്ട്. ഇപ്പോൾ സൈബർ ക്രൈം പോർട്ടലിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സൈബർ പോലീസ് വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ കുറേ കാലം മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഒരു സൈബർ ക്രൈം പോർട്ടലുണ്ട്. ഞാനതിൻ്റെ അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞുതരാം. കംപ്ലൈന്റ് ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് തന്നെ സൈബർ ക്രൈം കംപ്ലൈന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു റിസൾട്ടാണ് cybercrime.government.in gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. നമുക്ക് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ആണ്. കണ്ടോ, ഇതാണ് വെബ്സൈറ്റ്. ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിൽ. കണ്ടോ, ഇതിൽ തന്നെ നമുക്ക് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ പോയിട്ട് ഈ മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കണ്ടു റിപ്പോർട്ട് എ കംപ്ലൈൻറ്റ്. അപ്പോൾ രജിസ്റ്റർ എ കംപ്ലൈൻറ്റ്, ആ രജിസ്റ്റർ എ കംപ്ലൈൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. കണ്ടു, 2ാമത്തെ ഓപ്ഷൻ ഒന്ന് ഫോക്കസ് ആകും സോണി. ഇതുണ്ട് ഫൈനാൻഷ്യൽ ഫ്രോഡ്. ബാക്കിയുള്ളതാണ് മുകളിൽ കണ്ടു. ഇപ്പോൾ വുമൻസ് ചൈൽഡ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ലേഡീസ് എന്തെങ്കിലുമൊക്കെ അതേപോലെ ഫ്രോഡിലൊക്കെ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാട്ടോ. കണ്ടോ, അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രോഡിൽ കൊടുക്കുക. നിങ്ങൾക്ക് അതിലെ ഡീറ്റെയിൽസും അതർ ക്രൈംസ് ആണെങ്കിൽ അതിലും കൊടുക്കാൻ കണ്ടു. അപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രോഡിലാണല്ലോ പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും പരിപാടി നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് സൈബർ ക്രൈം ഓഫീസുകളുണ്ട് ഡയറക്റ്റ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ തന്നെ സൈബർ ക്രൈം ഓഫീസറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന മിക്ക സൈബർ ക്രൈം പരിപാടികളിലും നമുക്കിപ്പോൾ കുറേ ഇപ്പോൾ UP തന്നെ ഇപ്പോൾ നമ്മുടെ NPCI ഒക്കെ കുറേ മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 48 മണിക്കൂർ 24 മണിക്കൂറോ 48 മണിക്കൂറൊക്കെയാണ് നമുക്ക് ആക്ച്വലി ആ ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്യാനുള്ള പരിപാടിക്ക് ഇപ്പോൾ NPCI തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന മണി നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനുള്ള കുറേ പരിപാടികളൊക്കെ
ആക്ച്വലി ഇപ്പോൾ ബാങ്കും പരിപാടിയിലെ കയ്യിലൊക്കെ ഉണ്ട്. അത് ഫുള്ളി റിവേഴ്സബിൾ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാഷ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഡയറക്റ്റ് പോയിട്ട് ഇതുപോലെ തന്നെ സൈബർ ക്രൈം ഓഫീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിന് രക്ഷയില്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. നമ്മുടെ കേരള പോലീസിനും ഉണ്ട് ഇവർക്ക് വെബ്സൈറ്റ്. ഞാൻ എൻ്റെ മുമ്പ് വീഡിയോ ഉണ്ട്, അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് വെബ്സൈറ്റ് പോയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ പേർക്ക് എന്തായാലും ഈ ഡയറക്റ്റ് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ നമുക്കിപ്പോൾ കുറേ പേര് 7 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം ഒക്കെ പോയ ആൾക്കാർക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ഹാർഡ് ഏൺ മണി തന്നെയാണല്ലോ. അത് 1000 രൂപ ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, കോടികളായിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് ഞാൻ പറയുന്നത് ഡയറക്റ്റ് പോയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി കിട്ടും. എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ഓൺലൈൻ കംപ്ലൈൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രയോറിറ്റി അനുസരിച്ചാണ് മൂവ് ആവുള്ളൂ. പിന്നെ ചിലപ്പോൾ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറേയൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഡയറക്റ്റ് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുക തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അവിടെയൊക്കെ നമ്മുടെ കൊച്ചികളൊക്കെ ഉണ്ട്. അവർക്ക് ഡയറക്റ്റ് അവിടെ തന്നെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് സോറി അവിടെ തന്നെ ബ്രാഞ്ച് സംഭവമൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. കൊച്ചിയിലുണ്ട്, നമുക്ക് തൃശ്ശൂരും ഉണ്ട്. അപ്പോൾ കുറേ മിക്ക എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ക്രൈം ഓഫീസുകൾ. അപ്പോൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യുക, എന്താ കിട്ടുക എന്താ വെച്ചാൽ ഈ ഇതുപോലെ തന്നെ സൈബർ നടക്കുന്ന ആൾക്കാരൊക്കെ, അതായത് നമ്മളെ ടാർഗറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ചൈനീസ് തന്നെ 1000 കോടി എടുത്തെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈനീസ് ഫ്രോഡുകളുണ്ട്, റഷ്യൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ മാഫിയ പോലെയാണ് ഇപ്പോൾ ഈ ഫ്രോഡ് പരിപാടി നടത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് 1000 കോടി, അത് മെജോറിറ്റി കേരളത്തിൽ നിന്നാണ്. 6 മാസം കൊണ്ട് 1000 കോടിയാണ്. അത് ചൈനീസ് തന്നെ. അപ്പം എത്ര അധികം ഒരു കൊല്ലത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു ബിസിനസ് പോലെ ഇപ്പോൾ. അപ്പോൾ ഇവരെ പകുതിയല്ല 10-30 പേരെയും ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു 99% പണിയാണ്. പിന്നെ എന്ന് വെച്ചാൽ അത്രയ്ക്കും റിസ്ക് ആണ് ഇവരെ ട്രാക്ക് ചെയ്യാനോ. അവർക്കെല്ലാം നല്ല ഹൈ മാസ്ക്ഡ് VPN ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവരെല്ലാം സംഭവങ്ങൾ ചെയ്യുന്നത്. നമുക്കൊന്നും ട്രാക്ക് ചെയ്യാനേ പറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചില്ലറ ലോക്കൽ VPN ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും തന്നെ ഇവരൊക്കെ ഇഡിവട്ട് പ്രൊഫഷണൽസ് ആണ്, എന്ന് വെച്ചാൽ ഹാക്കേഴ്സ് ഒക്കെ. അപ്പോൾ അവരൊക്കെ ട്രാക്ക് ചെയ്ത് തീർക്കാന്ന് പറയുമ്പോഴേക്കും അപ്പോൾ അതും തന്നെ ഒരു ട്രാക്ക് ചെയ്ത് തീർക്കുമ്പോഴേക്കും അത് അപ്പുറത്തേക്ക് VPN ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് ഇവർ എന്ത് ടൈപ്പ് ഓഫ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കുറേയൊക്കെ അവർ അപ്പം തന്നെ ബിറ്റ് കോയിനിലേക്ക് കൺവേർട്ട് ആക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പറയുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കേസാക്കാൻ പറ്റുന്നുണ്ടോ, അത്രയും ബെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യണ പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിൽ കുറേ ഉടായ്പാണ്, വേറെ കാര്യം ഇതിന് പറയണ്ട. അപ്പോൾ അത്രയും നല്ലത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള വഴി ഇതുപോലെ ഉണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താ പറയുക 50-50 ആണ് കേട്ടോ, പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക്. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ പഴയ പഴഞ്ചൊല്ലുണ്ടല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഇതുപോലെ അപ്ഡേറ്റ് ആവാത്ത ആൾക്കാരെയും ഇതുപോലെ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ ന്യൂസുകളൊന്നും നോക്കാത്തവരൊക്കെയാണ് ഇപ്പോൾ പെടുന്നത്. നിങ്ങൾ കണ്ടിരിക്കും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചേഴ്സും എന്താ പറയുക പ്രൊഫഷണൽ ലോയേഴ്സും അതുപോലെ തന്നെ എന്താ പറയുക പ്രൊഫസേഴ്സും ഇതൊക്കെയാണ് ഈ പെടുന്നത്. അപ്പോൾ ഇത് ഡിഗ്രി ഇല്ലാത്തതിൻ്റെയോ ഡിഗ്രിയുടെ ഒന്നല്ല, വിവരമില്ലാത്തതിൻ്റെയാണ്. അത് ഡിഫറൻ്റ് ആണ്. ഡിഗ്രിയും പേപ്പർ കഷ്ണവും നോളജും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് വിചാരിച്ചാൽ നിങ്ങൾ ഇരിക്കണ്ട. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുറേ നോർത്തിലൊക്കെ കുറേ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു വിവരവും പഠിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർക്കില്ല. അവരൊക്കെ വിടുന്നത്, അവരും നല്ല വിടുന്നു കിട്ടുക, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അത് മെയിനായിട്ട് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ മെജോറിറ്റി ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആദ്യം എടുക്കുക. ഇതിനെക്കുറിച്ച് അറിഞ്ഞു വയ്ക്കുക. ഇപ്പോൾ ഞാൻ തന്നെ നമ്മൾ ഈ നടക്കുന്ന എല്ലാ ഫ്രോഡുകളുടെ വീഡിയോസൊക്കെ നമ്മൾ സ്ഥിരം ഇടാറുള്ളതാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് നടക്കുന്ന എല്ലാ ഫേമസ് ഫ്രോഡുകളുടെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി കണ്ടവർ പിന്നെ അത് വരുമ്പോൾ ആ കോൾ വരുമ്പോൾ അവർ എന്താ പറയുക അലർട്ടാവും. പിന്നെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന നമ്മുടെ ഈ ഫെഡെക്സ് ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ സാധനം എത്ര കൂടിയെന്ന് തട്ടിക്കൊണ്ട് പോയത്. അവരെന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തട്ടിപ്പ് വീരന്മാരാണ്. എന്ന് വെച്ചാൽ അവർ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അവർ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ CBI ഓഫീസൊക്കെ തോന്നും. പക്ഷേ അതിലെല്ലാത്തിനും ലാസ്റ്റ് വരെ എന്താ ചെയ്യുക, നമ്മളത് കാശ ചോദിക്കുക, അപ്പം തന്നെ ക്ലിക്കായാൽ മതി. പക്ഷേ അതിന് മുമ്പ് നമ്മളെ കൊണ്ട് പേടിപ്പിച്ച് അത് കുറേയൊക്കെ ഇതിൻ്റെ കുഴപ്പമാണ്. ഈ അവയർനെസ്സിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഫൈനാൻഷ്യൽ അറിവുകളുടെ ഇല്ലാത്തതിൻ്റെ ഒക്കെ കുഴപ്പമാണ്. അതിപ്പോൾ പറഞ്ഞിട്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിവുണ്ടാക്കി വയ്ക്കാൻ തന്നെ രക്ഷയുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പിന്നെ അവിടെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ശതമാനം തിരിച്ചു കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര പെർസെന്റേജ് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5%-10% കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് പറയാനുള്ളൂ. പിന്നെ UP-യിലാകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതിയ റൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്യാനുള്ള പോർട്ടൽ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കട്ടെ, മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.